Hello friends, welcome back to Ansy's Yummy Kitchen and Vlogs. നമ്മളിന്ന് വന്നിട്ടുള്ളത് വാഗമണിലെ കുറച്ച് അടിപൊളി കാഴ്ചകളൊക്കെ തന്നെ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു ഹോം ടൂറും നമ്മൾ വാഗമണിലേക്കുള്ള യാത്രയുടെ ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യാം. നേരത്തെ ഹോം ടൂർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹോമിൻ്റെ 4 സൈഡിലുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ലേക്കൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പോയപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളും അവിടുത്തെ അടിപൊളി കാഴ്ചകളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളവിടെ വീട്ടിലെത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി ചായയും ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ നമ്മൾ അന്ന് നൈറ്റിൽ അവിടെ തന്നെ ബിരിയാണി റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പുറത്ത് കാണാനായിട്ട് പോയത്. അപ്പോൾ എല്ലാവരും കൂടെ ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു ബിരിയാണിയൊക്കെ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലേക്ക്. ഇതിൽ അരയന്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ശരിക്കും നമ്മൾ വേറെ എവിടെയോ എത്തിയൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്കിത് എത്രത്തോളം ക്യാമറയിൽ പകർത്താനാവും എന്നറിയില്ല. അപ്പോൾ നേരിട്ട് കാണുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലം ഉണ്ടായിട്ട് നമുക്കൊക്കെ കാണാൻ പറ്റില്ലെങ്കിൽ അതൊക്കെ മോശമല്ലേ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി കോട്ടയം ജില്ലയുടെ ഒരു ബോർഡറായിട്ടാണ് ഈ ഒരു വാഗമൺ ഉള്ളത്.
ലേക്കിൻ്റെ ഒക്കെ അടുത്തായിട്ട് പഴയ ഇല്ലത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിൽ കുറേ ഹട്ടുകൾ അങ്ങനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താന്നറിയാതെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വേഗം തന്നെ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം പുറത്തിരുന്ന് നമ്മൾ കുറേ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. നമ്മൾ ഈ ഗെയിമുകളൊക്കെ കഴിഞ്ഞ് അകത്തെത്തിയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ഹാരിസ് ഖാൻ്റെ വക കട്ടനൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. വീഡിയോസ്